ഇതാ ഒരു പൊങ്കൽ കൂടി. നമ്മൾ കേരളത്തിലാണെങ്കിൽ പോലും ഓണത്തിനെക്കാട്ടിലും ഒരു പടി കൂടുതൽ ആഘോഷിക്കുന്നത് പൊങ്കൽ തന്നെയാണ്. ഇത് അമ്മയുടെ അടിപൊളി കന്യാക്കോലവും പിറകെ നമ്മുടെ വീട്ടിൽ അടുത്ത പൊങ്കൽ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കോലങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇതാ സൂര്യഭഗവാനും ഹാജരിട്ടിട്ടുണ്ട്. ഇന്ന് പൊങ്കൽ ദിവസമാണ്, തൈ പൊങ്കൽ ദിവസമാണ്. എന്നെ സംബന്ധിച്ച് പൊങ്കൽ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചതിൻ്റെ തലേ ദിവസം അങ്ങനെ ഓർക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അമ്മയും പറയും നിന്നെ പ്രസവിക്കുന്ന ആ ദിവസമാണിത് എന്നൊക്കെ പറഞ്ഞ് അമ്മയും ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് ഈ ദിവസത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു ലേ ഔട്ടൊക്കെ അമ്മ സൂര്യന് ഇട്ട് തന്നെങ്കിലും ഒരു കൊച്ചു TV വൈബാണ് ഞാൻ എൻ്റെ സൂര്യന് കൊടുത്തത്. സൂര്യഭഗവാൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇത് കണ്ണൊക്കെ വരച്ച് സൂര്യനെ റെഡിയാക്കി അമ്മയാണെങ്കിൽ നല്ല അരവണയും വടയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കഴിക്കാനുള്ള ഷോ ഓഫാണ് ഈ ഒരുക്കമൊക്കെ കേട്ടോ. പിന്നെ അയ്യപ്പൻ്റെ മകരവിളക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് അയ്യപ്പൻ്റെ സന്നിധിയിൽ കോലമിടാൻ പറ്റി. അത് ഞാനാട്ടോ ഇട്ടത്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ പൂജയുടെ അടിപൊളിയൊരു പൊങ്കൽ കോലം നിങ്ങൾ കണ്ടല്ലോ. അതിനിടയ്ക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഇവിടെ റൊമാൻസ് രാവിലെ മുന്നയും നമ്മുടെ റോഡിലെ പട്ടിയും കൂടി. ഇനി നമ്മൾ പൊങ്കൽ പൂജയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ഞാൻ വിളക്ക് കത്തിക്കുകയാണ്. അതിൻ്റെ അമ്മ എന്തോ കോമഡി അടിച്ചപ്പോൾ അതിനൊരു ചിരിയും. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് പൊങ്കൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ പ്രസാദങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ എൻ്റെ ചേച്ചി കാണുമ്പോൾ എനിക്ക് എന്തായാലും വഴക്ക് കിട്ടും, എന്തിനാ ഇതൊക്കെ കാണിച്ച് കൊതിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ചക്കരപ്പൊങ്കൽ റെഡി, വട റെഡി, മഞ്ചളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് നല്ലപോലെ പൂജ ചെയ്തു. തൈ പൊങ്കൽ എന്ന് വെച്ചാൽ അമ്മയുടെ ഈ ചക്കര പൊങ്കലും കൂടെ നല്ല ക്രിസ്പി വടയും ഇല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇത് ഞങ്ങൾ കുഞ്ഞിലേ മുതലേ കണ്ടുവരുന്ന ഒരു എന്താ പറയുന്നത് ഒരു രീതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു റിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്കിത് കഴിക്കാനും ഭയങ്കര ഇഷ്ടം, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് അമ്മ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇനിയ തൈ പൊങ്കൽ വാഴ്ത്തുകൾ. ഇന്ന് പൊങ്കൽ ഡേ 1 ആണ്, തൈ പൊങ്കലാണ്. അതിന് എന്നെ സംബന്ധിച്ച് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അരവണയും വടയുമാണ്. ഈ തൈപ്പൊങ്കൽ ദിവസത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രസാദമാണ്. സൂര്യഭഗവാന് വേണ്ടി നമ്മൾ അർപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒന്നാണ്. അപ്പം ഇതെപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, കൊതിപ്പിക്കുക മാത്രമേ ഉള്ളൂ, കൊണ്ടുവരാറില്ല എന്ന്. കാരണം പൊങ്കൽ ഡേയും അടുത്ത ദിവസമൊക്കെ നമുക്ക് ലീവായിരിക്കും, മിക്ക സ്കൂൾ ടൈം ആയാലും ശരി, കോളേജ് ടൈം ഒക്കെ ആയാലും ശരി. അപ്പോൾ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്തെങ്കിലും വന്നിട്ട് അങ്ങനെ ലീവായിരിക്കും. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ അമ്മ വട ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്, അല്ലേ അമ്മ? അതെ, അമ്മ വരാതിരിക്കണ്ട ബാ. ഇതെല്ലാം ഉണ്ടാക്കുന്ന പാവം എൻ്റെ അമ്മയും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ. എല്ലാവരും വീഡിയോയിലൊക്കെ ചോദിക്കാറുണ്ട്, കഴിപ്പ് മാത്രമേ ഉള്ളൂ, കൂടെ ഒന്നും ചെയ്യാറില്ലേ? എപ്പോഴെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും. കൂടെ പോയി കഴിഞ്ഞാൽ കൊള അവസാനം, എന്തിനാണ് വെറുതെ നമ്മൾ. അതുകൊണ്ട് ഈ അമ്മ ഉണ്ടാക്കുന്ന വട പോലെ ഇനി ഏത് കടയിൽ ചെന്നാലും യു വോണ്ട് ഗെറ്റ് ഇറ്റ്, അത് ഉറപ്പായ കാര്യമാണ്. ഇതേ ക്രിസ്പ് കേൾപ്പിച്ച് തരാം. ഇപ്പം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന എൻ്റെ ചേച്ചിയാണ്. എല്ലാ പൊങ്കലും ഞങ്ങൾ ഒരുമിച്ച് ഈ വട അടികൂടി കഴിക്കുന്നതാണ്. അമ്മായി വാ, അവളെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മയെ രാവിലെ പറഞ്ഞ് അവൾ ജർമ്മനിയിലാണ്. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇടി കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങ് പോയി നിന്നാൽ എങ്ങനെ ക്യാമറയിൽ കാണും? ഇതാണ് അപ്പം എല്ലാം ഉണ്ടാക്കുന്ന എൻ്റെ പൊന്നമ്മ. അപ്പം ഇതാ തൈ പൊങ്കൽ സ്റ്റാർട്ട് ചെയ്തത് പൂജയ്ക്ക് ശേഷം നല്ല ഉഴുന്നുവടയും അരവണയും കഴിച്ചു. അരവണ കഴിച്ചില്ലല്ലോ, അതെ പരുവം കാണാമല്ലോ അല്ലേ? ഇപ്രാവശ്യം ശർക്കരപ്പൊടിയാണോ ചേർത്ത്? ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടെങ്കിലും കമന്റ് ചെയ്യാൻ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴിയെ. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി പൊങ്കൽ.
കാന്തള്ളൂരപ്പനില്ലാതെ എന്ത് ആഘോഷമാണ് ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ കാന്തള്ളൂരിലേക്ക് പോവാണ്. സ്വാമി ശരണം, ഭഗവാൻ ശരണം, ഭഗവതി ശരണം, ഭഗവതി ശരണം, ഭഗവാൻ ശരണം, ദേവൻ ശരണം, ദേവി ശരണം, ദേവി ശരണം, ദേവൻ ശരണം, അയ്യപ്പ ശരണം. ചരിത്രമുറങ്ങുന്ന എൻ്റെ കാന്തളൂരപ്പൻ എൻ്റെ ലൈഫിൽ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു ഭാഗ്യവുമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ത് കാര്യവും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാന്തളൂരിലെ ശിവനെ പോലെ തന്നെ നന്ദി എന്നോണം ഞങ്ങൾ കാണുന്ന കാളയും ഇവിടെയുണ്ട്. പക്ഷെ ആൾ നല്ല ഉറക്കത്തിലാട്ടോ. കിട്ട പോമാട്ടെ ചൂടി ഉറങ്ങുവാന്നോ. ഈ പൊങ്കൽ സ്പെഷ്യൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇമോട്ടീവ്ലി യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.